ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിന്ന് മച്ചാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് പച്ചമുളക് ചെടി നമുക്ക് എങ്ങനെ ഇലകുരുട്ടിപ്പില്ലാതെ വളർത്താമെന്നതിനെക്കുറിച്ചാണ്. അതായത് രാത്രി സമയങ്ങളിൽ നല്ല തണുപ്പും പകൽ സമയങ്ങളിൽ നല്ല ചൂടും അനുഭവപ്പെടുന്ന ഒരു സമയമാണിപ്പോൾ. ഈ ഒരു കാലാവസ്ഥ നമ്മുടെ പച്ചമുളക് ചെടി നല്ല പുഷ്ടിയോടെ വളരുന്നതിനും അതിൻ്റെ നല്ല വേരോട്ടത്തിനുമൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നാൽ ഇത് കീടരോഗബാധയാണോ എന്നറിയാതെയുള്ള സമയത്തുള്ള പരിചരണക്കുറവ് കൊണ്ട് ഇത് ധാരാളമായി പകരുകയും അതുപോലെ തന്നെ മറ്റ് ചെടികളിലേക്ക് കൂടുതലായി സ്പ്രെഡ് ചെയ്യുന്നതുമായ ഒരു അസുഖമാണ് നമ്മുടെ മണ്ടരി എന്ന് പറയുന്നത്. ഇതിന് സമയത്ത് നമ്മൾ കൺട്രോൾ മെഷർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പച്ചമുളക് ചെടിയുടെ വളർച്ചയൊക്കെ കുരുടിച്ച് ഒരു ഷണ്ടാവസ്ഥയിലാവുകയും ചെടിയുടെ ഇലകളൊക്കെ മഞ്ഞ കളറായി നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. എന്നാൽ നമ്മൾ പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണ് നല്ലതായിരിക്കണം. മണ്ണ് നന്നായാൽ കൃഷിയും നന്നായി എന്നാണല്ലോ. അതായത് മണ്ണിൽ നിന്നാണല്ലോ ചെടിക്ക് വേണ്ടുന്ന എല്ലാ സൂക്ഷ്മമൂലകങ്ങളും കിട്ടേണ്ടത്. അത് സമയാസമയങ്ങളിൽ ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പല രോഗങ്ങളും അതുപോലെ തന്നെ വളർച്ച മുരടിപ്പും നമ്മുടെ പച്ചമുളകിനുണ്ടാകും. ഇതേ അസുഖം തന്നെയാണ് നമ്മുടെ തക്കാളിയിലും പച്ചമുളകിലും വഴുതണയിലും. അതായത് ഇതെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ട ചെടികളാണ്. സൊളേനിയം എന്നാണ് ഇതിൻ്റെ കുടുംബ പേര് തന്നെ. ഒരേ കുടുംബത്തിൽപ്പെടുന്ന ചെടികളാണ് തക്കാളി, പച്ചമുളക്, വഴുതണ എന്നിവ. അതുകൊണ്ട് തന്നെ ഇവയ്ക്കെല്ലാം വരുന്ന രോഗങ്ങളും ഒരുപോലെയായിരിക്കും. ഈ ചെടി തന്നെ കണ്ടോ, ഇതിൻ്റെ ഇലകളൊക്കെ താഴേക്ക് വളഞ്ഞ് നീണ്ട് എലിവാല് പോലെയായി. മുകൾ ഭാഗമില്ല പുറ്റു പിടിച്ചതുപോലെയും കാണാം. അതായത് ഇലകൾ തൊഴുതു നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഈ ഒരു അസുഖം. ഇതിൻ്റെ ആരംഭം എന്തെന്ന് പറഞ്ഞാൽ ആദ്യം ചെടിയുടെ ഇലകൾ വളരെ ചെറുതാവുകയും ചെടിയിലെ പുതിയ തളിരിലകളെല്ലാം ചെറുതായി വന്ന് ഇലകൾ താഴേക്ക് ചുരുളും. അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ഇലനെട്ടിൻ്റെ നീളം വളരെ കൂടുകയും ഒരുമാതിരിയിലെ എലിവാല് പോലെ ഇലകൾ നീണ്ടുവരും. ഇതിനെ പൊതുവെ പറയുന്ന പേര് റാറ്റ് ടെയിൽ എന്നാണ്. ഈ രോഗം വരുന്ന ചെടികൾ സാധാരണ മുരടിച്ചു പോകാറാണ് പതിവ്. സാധാരണയായി വേനൽക്കാല കൃഷി ചെയ്യുമ്പോഴാണ് പച്ചമുളകിലും വഴുതണയിലും ഈ ഒരു രോഗം കണ്ടുവരുന്നത്. ഇത് പച്ചമുളക് ചെടിക്ക് വരുന്ന ഒരുതരം മണ്ടരിയാണ്. അതായത് നമ്മുടെ തെങ്ങുകളിലും മറ്റുമൊക്കെ മണ്ടരി രോഗം വരുന്നത് കാണാം. അതുപോലെ തന്നെ ഇതിനും ഈ പച്ചമുളകിലും വഴുതണയിലും വരുന്ന ഒരുതരം മണ്ടരിയാണ്. ഈ മണ്ടരികൾ സാധാരണയായി നമ്മുടെ ചെടികളുടെ തണ്ടുകളിലും ഇലകളിൽ നിന്നും നീരൂറ്റി കുടിക്കും. അതിനുശേഷം മറ്റൊരു ചെടിയിലേക്ക് ഈ അസുഖവുമായി പറന്നു ചെന്ന് ആ ചെടികളിൽ നിന്നും വീണ്ടും നീരൂറ്റി കുടിക്കുന്നതിലൂടെ മറ്റ് പച്ചമുളക്, വഴുതണ എന്നീ ചെടികളിലേക്ക് ഇത് പകരുകയും ചെയ്യും. എന്നാൽ ഈ രോഗം കണ്ട ഉടനെ നമ്മൾ ചെടികൾ വലിച്ചുപിഴുത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. സമയത്തുള്ള പരിചരണം കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം. അതായത് ഈ രോഗം കാണിക്കുന്ന ചെടികളുടെ മുകൾ ഭാഗത്തു നിന്നും 10 സെൻറ്റിമീറ്റർ താഴെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം മണ്ടരിനാശിനി എന്ന് പറയുന്ന ഒരു കീടനാശിനിയുണ്ട്. ഇതൊരു വെജിറ്റബിൾ സൾഫറാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ലൈം സൾഫർ. ഇതിലേതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ച് ഒരു 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പൂർണ്ണമായും ഈ മണ്ടരി രോഗത്തെ മാറ്റിയെടുക്കാം. ഇത് പ്രയോഗിക്കേണ്ടത് ആദ്യം ഒരു ദിവസം നമ്മളിത് സ്പ്രേ ചെയ്ത ശേഷം പിന്നെ ഒരു 4 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്യുക. ഇത് കഴിഞ്ഞ് പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്പ്രേ ചെയ്യുക. അങ്ങനെ 3 തവണ നമ്മൾ സ്പ്രേ ചെയ്ത ശേഷം പിന്നെ 10 ദിവസത്തിലൊരിക്കൽ എന്ന അളവിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചെടിയിൽ നിന്നും പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ ചെടിക്ക് ഒരു കാരണവശാലും കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരാൻ പാടില്ല. കാരണം ചെടികൾക്ക് ഓരോ കോശഭിത്തിയും ഉണ്ടാക്കുവാൻ കാൽസ്യം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതുപോലെ ഈ ചെടികൾക്ക് രോഗങ്ങൾ വരാതിരിക്കണമെങ്കിലും നമ്മൾ മണ്ണിലെ പുളിരസം മാറ്റിയിരിക്കണം. അതായത് മണ്ണിൻ്റെ അസിഡിറ്റി. അതിനായി നമുക്ക് കുറഞ്ഞത് 2 കിലോഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായപ്പൊടി 1 സെൻറ്റിലേക്ക് എന്ന അളവിൽ നമ്മുടെ മണ്ണുമായി ചേർത്തിളക്കി വേണം നമ്മൾ മുളക് ചെടി നടാൻ.
ഇനി നിങ്ങൾ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് കുറഞ്ഞത് 50 ഗ്രാമെങ്കിലും കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്ത് ഇതുപോലെ 50% നനവും കൊടുത്ത് 15 ദിവസമെങ്കിലും കഴിഞ്ഞ മണ്ണുകൾ വേണം പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അത് നമ്മുടെ ചെടിച്ചട്ടിയിലാണ് ഇനി കൃഷി ചെയ്യുന്നതെങ്കിൽ അതിലും ഇതുപോലെ വേണം ചേർത്ത് കൊടുക്കാൻ. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ പച്ചമുളക് ചെടി നല്ല കരുത്തോടെ വളർന്നു വരികയും അതുപോലെ തന്നെ രോഗങ്ങളില്ലാതെ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരികയും ചെയ്യുകയുള്ളൂ. അതായത് നമ്മുടെ പച്ചമുളകിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് കാൽസ്യമാണ്. ഈ കാൽസ്യം നമ്മുടെ ആരോഗ്യത്തിനായി നമുക്ക് കിട്ടണമെങ്കിലും നമ്മൾ ചെടിക്ക് കാൽസ്യം ധാരാളമായി കൊടുത്തേ മതിയാവൂ. ചെടികൾക്ക് ധാരാളം കാൽസ്യം കിട്ടുകയാണെങ്കിൽ മാത്രമേ അത് കായകളിലൂടെ നമുക്കും അത് ഫലമായി കിട്ടൂ. നമ്മുടെ മണ്ണിൽ പൊതുവെ കാൽസ്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചെടികൾ നടുന്ന സമയത്ത് തന്നെ നമ്മൾ കാൽസ്യം കൊടുത്തു തുടങ്ങണം. ചെടികൾക്ക് കാൽസ്യം കിട്ടുവാനുള്ള ഏക മാർഗം നമ്മൾ മണ്ണ് ഇതുപോലെ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിന് നല്ല ഇളക്കവും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ ചെടിക്ക് നല്ല വേരോട്ടം ഉണ്ടാവുകയും മണ്ണിൽ നിന്ന് സൂക്ഷ്മമൂലകങ്ങൾ ധാരാളം വലിച്ചെടുക്കുവാനും സാധിക്കൂ. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രീറ്റ് ചെയ്ത മണ്ണ് എത്ര എടുക്കുന്നോ അത്ര അളവിൽ തന്നെ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും നല്ലതുപോലെ കമ്പോസ്റ്റ് ആയിരിക്കുന്ന നമ്മുടെ ചകിരിച്ചോറും എടുത്ത് വേണം പോട്ടി മിക്സ് തയ്യാറാക്കുവാൻ. അതായത് 1:1:1 എന്ന അനുപാതത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് വേണം നമ്മളെപ്പോഴും ഗ്രോ ബാഗും അതുപോലെ തന്നെ ചെടിച്ചട്ടിയും നിറയ്ക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ചെടിക്ക് ഫോസ്ഫറസ് എന്ന് പറയുന്ന വളം കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലുപൊടി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെടിക്ക് 50 ഗ്രാം എന്ന അളവിൽ എല്ലുപൊടി ചേർത്ത് കൊടുക്കണം. അതായത് ഫോസ്ഫറസ് വളങ്ങൾ നല്ലതുപോലെ ചെടിക്ക് കിട്ടിയാൽ മാത്രമേ ചെടികളുടെ വേരുകളുടെ വളർച്ച ദ്രുതഗതിയിലാവൂ. അതോടൊപ്പം ചെടി നല്ല കരുത്തോടെ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ചെടി സംരക്ഷിക്കുകയും വേണ്ടത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മണ്ടരി എന്ന രോഗത്തെ തന്നെ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ എല്ലാ 10 ദിവസം കൂടുന്ന സമയങ്ങളിലോ ഒരാഴ്ചയിലൊരിക്കയോ ഒരു കൈക്കുമ്പിൾ, അതായത് ഒരു കൈയിൽ കൊള്ളുന്നത് നമ്മൾ ചാണകപ്പൊടിയായാലും ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയായാലും ആട്ടിൻ കാഷ്ടമായാലും കോഴി കാഷ്ടമായാലും അതുപോലെ തന്നെ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു കൂട്ടുവളമായാലും നമ്മളെ ചെടിക്ക് ഈ ഒരാഴ്ചയിലൊരിക്കൽ എന്ന കണക്കിലോ അല്ലെങ്കിൽ 10 ദിവസത്തിലൊരിക്കൽ എന്ന കണക്കിലോ കൃത്യമായും കൊടുത്തിരിക്കണം. അപ്പോൾ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി ജൈവവളം കിട്ടാത്ത കൂട്ടുകാരാണെങ്കിൽ അവർക്ക് ഒരു 10 ഗ്രാം ഫാക്ടംബോസും 10 ഗ്രാം പൊട്ടാഷും ഒരാഴ്ചയിൽ നമ്മൾ ആ മുളക് ചെടിക്കെന്ന കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചെടി നല്ലതുപോലെ വളരും. ഇനി ജൈവവളമായാലും രാസവളമായാലും നമ്മൾ ചെടിക്ക് കൊടുക്കുമ്പോൾ ചെടിക്ക് മുകൾ ഭാഗത്ത് വളം ചേർക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് മേൽമണ്ണ് കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ചുവട് ഭാഗത്ത് കളകൾ നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ പൊഴുതു മാറ്റിയ ശേഷം ആ ചുവട് ഭാഗത്തേക്ക് കുറച്ച് പൊതയിട്ട് കൊടുക്കാനും മറക്കരുത്. ഈ പൊതയിടുന്നത് ഇനി നമുക്ക് ശീമക്കൊന്നയുടെ ഇലയോ അതായത് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയോ കിട്ടുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതൊന്നും കിട്ടാത്തവർക്ക് നമ്മുടെ പുരയിടത്തിലെ കരിയില അത് വാരി പൊതയിട്ട് കൊടുത്താലും മതി. ഇനി ഒരാഴ്ചയിലൊരിക്കലോ അല്ല എങ്കിൽ 10 ദിവസത്തിലൊരിക്കലോ നമ്മൾ ജൈവവളമോ രാസവളമോ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ ചെടിക്ക് ദീർഘനാൾ വിളവ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. അതായത് 5 മാസം വിളവ് തരേണ്ട ചെടി വെറും 3 മാസമായിട്ട് നമ്മുടെ വിളവ് ചുരുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. മാത്രവുമല്ല നമ്മുടെ ചെടിക്ക് പലപ്പോഴും രോഗങ്ങൾ വരുന്നത് ഈ സമയത്തുള്ള വളപ്രയോഗം നടക്കാത്തത് കൊണ്ടും വരാം. അതായത് നമുക്ക് ധാരാളം വിളവ് ആഴ്ചയിൽ മുളക് ചെടിയിൽ നിന്നും നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള മണ്ണിലുള്ള പോഷകങ്ങൾ അവിടെ തീർന്നു പോകും. അതിനെ ചെടിക്ക് നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന രീതിയാണ് ഈ വളപ്രയോഗം. മാത്രവുമല്ല ഈ കാലാവസ്ഥയിൽ പൊതുവേ നമ്മുടെ പച്ചക്കറി ചെടികൾക്കെല്ലാം ഉണ്ടാകുന്നതാണ് മുഞ്ഞയുടെ ശല്യം. അതായത്
പകലുള്ള ചൂടും രാത്രിയുള്ള തണുപ്പും ഇത് രണ്ടും കൂടി വരുന്ന കാലാവസ്ഥയിലാണ് കൂടുതലായും മുഞ്ഞയുടെ ശല്യം ഉണ്ടാകുന്നത്. ഇത് മാറ്റാനായി എനിക്ക് ഒരു കർഷകൻ പറഞ്ഞു തന്ന ഒരു അറിവാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. അത് എന്തെന്ന് പറഞ്ഞാൽ, ചെടിയുടെ വളർച്ചാ സ്റ്റേജിലാണ് മുഞ്ഞയുടെ ആക്രമണം വരുന്നത് എങ്കിൽ നമ്മൾ കോഴിപ്പേൻ മാറാനായിട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഈ ചെള്ള് ശല്യം, പട്ടിച്ചെള്ളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെള്ള് നാശിനി എന്ന് പറയുന്ന ഒരു കീടനാശിനി കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഈ മുഞ്ഞ പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ ഒരു 5 മില്ലി ഒഴിച്ച ശേഷം അത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തണ്ടുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മുഞ്ഞ ശല്യം നമുക്ക് ഒഴിവാക്കാം. കർഷകരിൽ നിന്നുള്ള അറിവാണ്. ഇത് നല്ലതുപോലെ എനിക്ക് ഫലപ്രദമായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇത് പൂക്കളും കായ്കളുമായിട്ട് നിൽക്കുന്ന മുളക് ചെടിയിൽ പ്രയോഗിക്കാൻ പാടില്ല. കാരണം ഇതൊരു രാസകീടനാശിനിയാണ്. ഇനി പൂക്കളും കായ്കളും വന്ന ശേഷമാണ് മുഞ്ഞയുടെ ശല്യമെങ്കിൽ 5 മില്ലി വേപ്പെണ്ണ, ഒരു പൂണ്ട് അതായത് വെളുത്തുള്ളി ഇതും കൂടി ചതച്ച് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ലതുപോലെ കുലുക്കിയ ശേഷം അതിലേക്ക് ഒരു 5 മില്ലി ഷാമ്പുവും കൂടി ചേർത്ത്, അതായത് കുളിക്കുന്ന ഷാമ്പു ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കുലുക്കി നമ്മൾ ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ മുഞ്ഞ ശല്യം ഒഴിവാക്കാം. അതുപോലെ നമ്മുടെ പച്ചമുളകിൻ്റെയോ തക്കാളിയുടെയോ വഴുതനയുടെയോ ഇലകളുടെ അരികു ഭാഗത്തു നിന്നും കരിഞ്ഞ് ഉൾഭാഗത്തേക്ക് കാണുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു 10 ഗ്രാം പൊട്ടാഷ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വെണ്ണീർ, അതായത് ചാരമുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചെടുത്ത് ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ചേർത്ത് കൊടുത്താലും നമുക്ക് പൊട്ടാഷിൻ്റെ അഭാവം കുറയ്ക്കാം. അത് എപ്പോഴും വിറക് കത്തിച്ച ചാരം എടുക്കരുത്. നമ്മളുടെ തെങ്ങിൻ്റെ പാർട്സുകൾ കത്തിച്ച, അതായത് ചൂട്ട്, കൊതുമ്പ്, മടൽ, തെങ്ങിൻ്റെ ഭാഗങ്ങൾ കത്തിച്ച ചാരം വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ. അതിലാണ് ഏറ്റവും കൂടുതലായിട്ട് പൊട്ടാഷിൻ്റെ അളവുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മുളക് ചെടിയിലെ പൂക്കൾ പൊഴിഞ്ഞു പോകുന്ന ഒരു രീതി കാണാറുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഈ ചൂട് കൊണ്ടാണ്. അത് നമ്മൾ വെള്ളം ചെടിക്ക് സ്പ്രേ ചെയ്യുന്ന സമയത്തോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തോ നമ്മുടെ ചെടികൾ നല്ലതുപോലെ കുളിക്കത്തക്ക വിധത്തിൽ മുകൾ ഭാഗത്തു കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നനച്ചു കൊടുത്താൽ നമ്മുടെ ചെടികളുടെ അധിക പൂ പൊഴിഞ്ഞു പോകുന്നത് ഒഴിവാക്കാം. അതുപോലെ തന്നെ നമ്മൾ പൊട്ടാഷ് വളമോ മറ്റ് വളങ്ങളോ കൊടുത്ത് ഒരു 15 ദിവസം ഇടവേള സമയത്ത് ഒരു 8 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് 1 കിലോ ചാണകപ്പൊടിയിലോ മറ്റോ മിക്സ് ചെയ്ത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ ധാരാളം ശിഖരങ്ങൾ വരികയും ആ ശിഖരങ്ങളിലെല്ലാം പൂക്കൾ ഉണ്ടാവുകയും കായുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ധാരാളം പെൺപൂക്കൾ ഉണ്ടാകുവാനും പൂക്കൾക്ക് വികസനമുണ്ടാകുവാനും അതിലൂടെ പരാഗണം നടക്കുവാനും കായ അബോർട്ടായി പോവാതിരിക്കാനും വേണ്ടി നമുക്ക് 5 ഗ്രാം, അതായത് 1 ടീസ്പൂൺ ബോറാക്സ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു ചെടിക്ക് മാത്രമല്ല, ഒരുപാട് ചെടികൾക്ക് അടിക്കാൻ ഇത് സാധിക്കും. ഇതിലൂടെ മികച്ച വിളവ് നമുക്ക് നേടുവാനും സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം നമ്മുടെ ചെടിയെ നല്ലതുപോലെ ആരോഗ്യമുള്ള ചെടിയാക്കി വളർത്തുകയും ധാരാളം വിളവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് മച്ചാന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്.